ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അങ്ങനെ ഇവള് പറഞ്ഞ എല്ലാം സമ്മതിക്കുന്ന ആളാണ് ചെങ്കൽ മധു എന്ന ഗുണ്ടയെങ്കിൽ ആദ്യം ഇവള് അനൂപേട്ടനെ രക്ഷിച്ച് കാണിക്കട്ടെ. അപ്പൊ ഞാൻ സമ്മതിക്കാം ഇവളുടെ മിടുക്കുകൊണ്ടാ മോളെ തിരിച്ചു കിട്ടിയതെന്ന്. അത് അച്ഛനായിരിക്കും. മോളിങ് എത്തിയോന്നറിയാൻ വിളിക്കുന്നതാ. മോളെ, അമ്മ ആവണി മോൾ എവിടെ എത്തിയോ? ആ ദാ ഇപ്പൊ ഒരു കാറിൽ ആരോ കൊണ്ട് വിട്ടു. ഓഫീസിൽ നിന്ന് നിങ്ങൾ അയച്ച സ്റ്റാഫാന്നാ മോള് പറഞ്ഞത്. എന്തായാലും ഒരു കുഴപ്പമില്ലാതെ അവളേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അല്ല, മോളിപ്പോ എവിടെയാ? അമ്മ, അവരാരും ഞങ്ങളുടെ ഓഫീസിലെ സ്റ്റാഫൊന്നും അല്ല. അവരെല്ലാം ആ ചെങ്കൽ മധുവിന്റെ ഗുണ്ടകളാ. അവരാ മോളെ പിടിച്ചോണ്ട് പോയത്. പിന്നെ വളരെ സന്തോഷത്തോടെയാണല്ലോ അവർ മോളെ ഇവിടെ കൊണ്ടുവിട്ടത്. മോള് വളരെ ഹാപ്പി ആയിരുന്നല്ലോടി. അമ്മ ഫോൺ വെച്ചോ, ഞാൻ പിന്നെ വിളിക്കാം. അമ്മേ, അച്ഛൻ എന്താ പറഞ്ഞേ? ചെങ്കൽ മധുവിന്റെ ആൾക്കാർ തന്നെയാ മോളെ കൊണ്ടുപോയതെന്ന്. കുട്ടി സുരക്ഷിതമായിട്ട് വീട്ടിലെത്തിയില്ലേ? ഇനി വെക്കോ. പക്ഷെ ഒന്നോർക്കണം, എന്നോട് പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിൽ ഇതുപോലെ പലതും സംഭവിക്കും. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പൊ ഈ ട്രയൽ നടത്തിയത്. ഇപ്പൊ ഈ ചെറിയ സമയം കൊണ്ട് നീ എത്രമാത്രം ടെൻഷൻ അനുഭവിച്ചു. ഇനിയും ഇതൊക്കെ ആവർത്തിക്കണമെന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ പറഞ്ഞത് ശരിയാ. കുറച്ച് സമയം കൊണ്ട് ഞാൻ ഒരുപാട് ടെൻഷൻ അനുഭവിച്ചു. ഏറ്റവും പ്രിയപ്പെട്ടവർ പോലും എന്നെ ശത്രുപക്ഷത്തുമാക്കി. ഇതിനേക്കാളും വലിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെന്നും എനിക്കറിയാം. പക്ഷേ എനിക്ക് എത്രമാത്രം വേദന അനുഭവിക്കേണ്ടി വന്നാലും എന്തൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടാലും അനൂപേടിനെ സച്ചേട്ടൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരില്ല. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ അതിന് സമ്മതിക്കൂല. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊല്ലേണ്ടി വരും. ഇനി എന്തിനാ മീര ഇങ്ങനെ കരയുന്നത്? ഒരു പോറല് പോലും വെക്കാതെ മോളിങ് തിരിച്ചു വന്നില്ലേ? ഈ അമ്മയ്ക്ക് ഒന്നും അറിഞ്ഞൂടാ. ഈ ചേട്ടന്മാരൊക്കെ നല്ല ആൾക്കാരാ. അല്ല, അച്ചുവന്റെ സച്ചെങ്കിലും എന്തിനാ അവരെ പറഞ്ഞുവിട്ടത്? അമ്മയ്ക്ക് അറിയില്ല മോളെ. അവര് വരുമ്പോ അമ്മ ചോദിക്കാം. എന്തായാലും മോളെ അവരൊന്നും ചെയ്തില്ലല്ലോ. ഞങ്ങള് വല്ലാതെ പേടിച്ചുപോയി. എന്തിനാ പേടിക്കുന്നേ? അവര് നല്ല ചേട്ടന്മാരല്ലേ. ഞാൻ പറഞ്ഞതൊക്കെ മേടിച്ചു തന്നു, ജ്യൂസ്, ഐസ്ക്രീം. പക്ഷേ എന്നിട്ടെന്താ അവരെന്നെ അച്ചുവന്റെ അടുത്ത് കൊണ്ടുപോകാത്തെ? ആന്റി ഇങ്ങോട്ട് വരും മോളെ. അതുകൊണ്ടല്ലേ മോളെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഓ, അവര് പിന്നെ മോളോട് വേറെ എന്തൊക്കെയാ ചോദിച്ചത്? അവരൊരുപാട് കാര്യങ്ങൾ ചോദിച്ചു, കഥകളൊക്കെ പറഞ്ഞു. ഒരു ചേട്ടനാണെങ്കിൽ പാട്ടുപാടി. ഇനി ഇങ്ങനെ ആരെങ്കിലും വന്ന് വിളിച്ച അവരുടെ കൂടെ വണ്ടി കയറി പോവല്ലേ? ആദ്യം ഞാൻ പോയില്ലായിരുന്നു, പിന്നെ അവരെന്നെ നിർബന്ധിച്ച് കേറ്റിക്കൊണ്ടു പോയതാ.
ഉടനെ എന്നെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ പറയുന്നവരൊന്നും നല്ലവരല്ല. ചിലപ്പോ മോളെ ഉപദ്രവിക്കും. അതുകൊണ്ട് ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. ഉം. പരിചയമില്ലാത്ത ആര് വന്ന് വിളിച്ചാലും ഉടനെ അത് ടീച്ചറിനോടോ സ്കൂൾ ബസ്സിലെ ആയയോടോ അല്ലെങ്കിൽ കൂട്ടുകാരോടോ പറയണം. അമ്മയ്ക്ക് വിഷമായോ? ഇനി ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യില്ല. പോരെ? മോള് ചെറിയ കുട്ടിയാ. ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള പ്രായം മോക്കായിട്ടില്ല. ചുറ്റിലും നമ്മളോട് ചിരിച്ചു കാണിക്കുന്നവരെല്ലാം നല്ല ആളുകളല്ല. ഇങ്ങനെ പരിചയമില്ലാത്തവര് നമ്മളെ വിളിച്ചോണ്ട് പോയി അപകടത്തിൽപ്പെടുത്തും. അങ്ങനെ എന്തെങ്കിലും എന്റെ മോക്ക് സംഭവിച്ച അമ്മയ്ക്ക് പിന്നെ ആരാ ഉള്ളേ? ഇനി എന്റെ കൊച്ചിന് അബദ്ധം ഒന്നും പറ്റില്ല അല്ലേ മോളെ? ആന്റി, ആന്റി അങ്കിൾ എവിടെയിരുന്നു? ആ ചേട്ടന്മാരുടെ കൂടെ കാറിൽ ഒരുപാട് സമയം കാത്തിരുന്നു. ചോദിക്കുമ്പോഴൊക്കെ ഇപ്പൊ വരും എന്ന് പറഞ്ഞു. എന്നിട്ടെന്താ വരാതിരുന്നേ? ആന്റി ഇപ്പൊ വന്നല്ലോ. അവര് മോളെ ഒന്നും ചെയ്തില്ലല്ലോ അല്ലേ? അവരൊക്കെ അങ്കിളുടെ ഓഫീസിലെ ജോലിക്കാരല്ലേ. വളരെ ലവബിൾ ആയിട്ട് അവരൊക്കെ സംസാരിച്ച് നല്ല രസമായിരുന്നു. അമ്മേ, മോളെ കൊണ്ടുപോയി കൈ കഴുകിക്കും. വാ മോളെ. അവളുടെ വിചാരം നീയും സച്ചിയും കൂടി ഓഫീസിൽ നിന്ന് ആരെയോ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു വിട്ടതാന്ന്. ആ ഗുണ്ടകൾ അവളോട് അങ്ങനെയാ പറഞ്ഞത്. സത്യം അതല്ലെന്ന് അവക്കിതുവരെ മനസ്സിലായിട്ടില്ല. എനിക്കെന്തെങ്കിലും സംഭവിച്ചാലും നിങ്ങൾക്ക് ആർക്കും ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആവണി മോൾക്കൊന്നും വരില്ലെന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞതല്ലേ? അതിന് നീ എന്ത് ചെയ്തു? ആവണി മോളെ കൊണ്ടുപോയവര് തന്നെ അവളെ തിരിച്ചു കൊണ്ടുവന്നു വിട്ടു. അല്ലാതെ നിനക്ക് ഇതിലൊരു റോളും ഇല്ല. എന്റെ പ്രാർത്ഥന കൊണ്ട് കുഞ്ഞിനെ അവരെ ഉപദ്രവിച്ചില്ല. അത് തന്നെ ഭാഗ്യം. നീ എന്തിനാ മീര അവളെ കുറ്റപ്പെടുത്തുന്ന പോലെ സംസാരിക്കുന്നത്? ആ ചെങ്കൽമാധവന്റെ അടുത്ത് പോയി അവള് സംസാരിച്ചത് കൊണ്ടല്ലേ മോളെ അവരിപ്പൊ തിരിച്ചു കൊണ്ടുവിട്ടത്. അത് ഇവള് പറയുന്നതല്ലേ? പറയുന്നതെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇവള് പറഞ്ഞ എല്ലാം സമ്മതിക്കുന്ന ആളാണ് ചെങ്കൽ മധു എന്ന ഗുണ്ടയെങ്കിൽ ആദ്യം ഇവള് അനൂപേട്ടനെ രക്ഷിച്ച് കാണിക്കട്ടെ. അപ്പൊ ഞാൻ സമ്മതിക്കാം ഇവളുടെ മിടുക്കുകൊണ്ടാ മോളെ തിരിച്ചു കിട്ടിയതെന്ന്.